Hello friends, welcome to Coding. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പൈത്തൺ വെബ് ഫ്രെയിംവർക്ക് ആണ്. ആ ഫ്രെയിംവർക്കിന്റെ പേര് എന്ന് പറയുന്നത് ഫ്ലാസ്ക് ആണ്. സോ വാട്ട് ഈസ് ഫ്ലാസ്ക്? സോ ഫ്ലാസ്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മൈക്രോ ഫ്രെയിംവർക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് പൈത്തൺ വെബ് ഫ്രെയിംവർക്സിനകത്ത് നമുക്ക് രണ്ട് ഫ്രെയിംവർക്കാണ് വരുന്നത്. ജാങ്കോ ഉണ്ട്, ഫ്ലാസ്ക് ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ രണ്ട് ഫ്രെയിംവർക്ക് നോക്കുന്നത്. ജാങ്കോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വലിയൊരു ഫ്രെയിംവർക്കാണ് ഫ്ലാസ്കിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ. കാരണം നമുക്ക് അതിനകത്ത് ബാക്ക് എൻഡും അതുപോലെ ഫ്രണ്ട് എൻഡ് സൈഡും നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അതിനകത്ത് കുറച്ച് എല്ലാ ഈ എന്താ പറയുക ഇൻബിൽഡ് ഫീച്ചേഴ്സ് ജാങ്കോയ്ക്കകത്തുണ്ട്. പക്ഷേ ഫ്ലാസ്കിൽ വരുമ്പോൾ ജാങ്കോൻ്റെ ഒരു പോർട്ടബിൾ വെർഷൻ വേണമെങ്കിൽ പറയാം. കാരണം ഫ്ലാസ്കിനകത്ത് നമുക്ക് എന്താ പറയുന്നത് അതിനകത്ത് ഫീച്ചേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ മാനുവലി ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫ്ലാസ്ക് വെബ് ഫ്രെയിംവർക്കിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലാസ്കിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രീ റിക്വസൈറ്റ്സ് എന്ന് പറയുന്നത് HTML-ഉം പൈത്തണും രണ്ട് സാധനങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, HTML പൈത്തൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലാസ്കിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിൽ ആദ്യം നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, HTML ആൻഡ് പൈത്തൺ. പിന്നെ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഫ്ലാസ്ക് നമുക്ക് സെറ്റപ്പ്, അതേപോലെ നമുക്ക് എങ്ങനെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് ഇതിനകത്ത് നോക്കാം. അപ്പം ഞാൻ പുതിയൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്കിവിടെ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു വെർച്വൽ ENV ക്രിയേറ്റ് ചെയ്യാം. ആ വെർച്വൽ ENVക്കകത്ത് ഞാൻ ഫ്ലാസ്ക് എന്ന് പറയുന്ന ലൈബ്രറി അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം. വെർച്വൽ ENVക്കകത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും പൈത്തണിൻ്റെ ലൈബ്രറീസോ അല്ലെങ്കിൽ അതിൻ്റെ പാക്കേജോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ വെർച്വൽ ENV ഫോൾഡറിൽ വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൈത്തണിൻ്റെ ഓരോ വെർഷൻ ഇറങ്ങും തോറും നമ്മുടെ ഇതിൻ്റെ പാക്കേജസും ലൈബ്രറീസിൻ്റെ വെർഷൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് അടിക്കും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ വെർച്വൽ ENV യൂസ് ചെയ്യുന്നുണ്ട്. ഈ വെർച്വൽ ENVയുടെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പൈത്തണിൻ്റെ എങ്ങനെയാണ് സെറ്റപ്പ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ അതിനകത്ത് ഒരു പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലോ അല്ലെങ്കിൽ ഇൻഫോ കാർഡിനകത്ത് ഞാൻ ഇട്ടേക്കാം. ഓക്കെ, സോ നമുക്ക് വെർച്വൽ ENV ഇൻസ്റ്റാൾ ചെയ്യാം. സോ വെർച്വൽ ENV ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മളിവിടെ ആദ്യം പൈത്തൺ അല്ലെങ്കിൽ വെർച്വൽ ENV നമുക്ക് ഈ ഒരു CMD-നകത്ത് ഓക്കെ ഫോൾഡറിനകത്ത് എടുത്തിട്ട് നമ്മൾ പൈത്തൺ -m വെർച്വൽ ENV കഴിഞ്ഞിട്ട് നമ്മുടെ നെയിമാണ്. അപ്പോൾ അതിൽ എന്താ പറയുക ENV 2025 എന്ന് ഇട്ടേക്കാം. നോ മൊഡ്യൂൾ നെയിം ഓക്കെ VENV. ഓക്കെ, VENV ആണ്. സോ ഇവിടെ നമ്മുടെ വെർച്വൽ ENV ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഞാനിവിടെ നമ്മുടെ സ്ക്രിപ്റ്റ്സിനകത്തോട്ട് പോയിട്ട് ഇവിടെ ഞാൻ CMD എടുക്കാം. ഇവിടെ CMD എടുത്തിട്ട് നമ്മളിവിടെ സ്ക്രിപ്റ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വെർച്വൽ ENV ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എന്ത് പൈത്തണിൻ്റെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്താലും നേരെ നമ്മുടെ വെർച്വൽ ENV ഫോൾഡറിലായിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വെർച്വൽ ENVയുടെ ഫോൾഡർ നെയിം ഞാൻ ENV 2025 ആയിട്ട് നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇവിടെ നമ്മുടെ ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. ഓക്കെ, സോ പിപ്പ് ഇൻസ്റ്റാൾ ഫ്ലാസ്ക്. അപ്പോൾ നമ്മുടെ പാക്കേജ് എല്ലാം ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡ് എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഫ്ലാസ്ക് ഇവിടെ EXE വന്നിട്ടുണ്ട്. ഇവിടെ ലൈബ്രറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൈറ്റ് പാക്കേജസിൽ പോകുമ്പോൾ നമ്മുടെ ഫ്ലാസ്ക് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ പ്രോജക്റ്റ് ഫ്ലാസ്ക് ഒരു സാമ്പിൾ പ്രോജക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് പുതിയൊരു വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫോൾഡർ ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഐ ട്രസ്റ്റ് ദി ഓതർ. ഓക്കെ, ഫ്ലാസ്കിനകത്ത് പുതിയൊരു പ്രോജക്റ്റ് ഞാൻ ആഡ് ചെയ്യാം. ഫ്ലാസ്ക് ആപ്പ് .py. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫ്ലാസ്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ഫ്ലാസ്ക് ഫ്രം ഫ്ലാസ്ക്.
ഓക്കെ, അപ്പം നമ്മളിവിടെ ഇമ്പോർട്ട് അല്ല, ഇവിടെ ഫ്രം ഫ്ലാസ്ക് ഇമ്പോർട്ട് ഫ്ലാസ്ക് ആണ് വേണ്ടത്. ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു റെഡ് ലൈൻ വരും നിങ്ങൾക്ക്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെർച്വൽ ENVയിലാണ് നമ്മൾ ഫ്ലാസ്ക് പാക്കേജ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ VS കോഡിൽ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് വെർച്വൽ ENV എങ്ങനെ എനേബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ Ctrl+Shift+P അടിക്കുക. ഓക്കെ, Ctrl+Shift+P അടിക്കുമ്പോൾ നമുക്കിവിടെ പൈത്തൺ സെലക്ട് ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ ഓൾറെഡി ENV 2025 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർ ഇന്റർപ്രറ്റർ പാത്ത് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിൽ നമ്മൾ ഫൈൻഡ് കൊടുക്കുക. ഫൈൻഡ് കൊടുത്തിട്ട് നമ്മളിവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വെർച്വൽ ENVയിലേക്ക് പോയിട്ട് നമ്മളിവിടെ സ്ക്രിപ്റ്റിനകത്തോട്ട് പോയിട്ട് python.exe എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്കിങ്ങനെ ബാക്കിൽ ഇവിടെ ആഡ് ആവും. ഓക്കെ, സോ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വെർച്വൽ ENVയിലാണ് നമ്മുടെ ഇവിടെ സാധനം ഓടുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ഫ്ലാസ്കിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിനെ ഫ്ലാസ്ക്, അതിനകത്ത് നമുക്ക് വേണ്ടത് അണ്ടർ നെയിം. ഓക്കെ, നമുക്ക് നെയിമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കണം ഫ്ലാസ്കിനകത്ത്. ഓക്കെ, ഇത് ആക്ച്വലി എന്ന് പറയുന്നത് ഇത് ഫ്ലാസ്ക് കൺസ്ട്രക്ടർ ആണ്. അതിൻ്റെ ഡീഫോൾട്ട് നമ്മൾ എടുക്കുന്നത് നെയിം എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്ട്രിങ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് റൂട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. സോ റൂട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ @app.root എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീഫോൾട്ട് റൂട്ട് എന്ന് പറഞ്ഞാൽ സ്ലാഷ് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ തൊട്ട് താഴെ നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതിന് ഡിഫൈൻ ഹോം എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതിൽ നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആയിട്ടായിട്ട് റിട്ടേൺ ചെയ്യണം. ഓക്കെ, വെൽക്കം ടു എൻകോഡിംഗ് ട്യൂട്ടോറിയൽ ഹോം പേജ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു മെയിൻ ഡ്രൈവ് ഫംഗ്ഷന് നമ്മളിവിടെ ആഡ് ചെയ്യണം. ഓക്കെ, അതിൽ ഇഫ് ഡണ്ടർ നെയിം ഡണ്ടർ ഡബിൾ ഈക്വൽ ടു മെയിൻ ആണെങ്കിൽ app.run അതിൽ ഞാൻ ഡീബഗ് ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു. കാരണം ഇത് നമ്മളിപ്പോൾ ഡെവലപ്മെന്റ് മോഡിലാണ്, നമ്മൾ പ്രൊഡക്ഷൻ മോഡിലല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്പ് റൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ സാധനം ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ലിങ്ക് വരും. ഈ ലിങ്ക് നമ്മൾ ഫോളോ ചെയ്യണം. സോ നമ്മൾ റൺ ചെയ്തപ്പോൾ നമുക്കിങ്ങനെ വന്നു. ഓക്കെ, സോ നമ്മളുടെ സ്ട്രിങ് ഇവിടെ റിട്ടേൺ ചെയ്ത് വന്നത്. സോ ഇതാണ് നമ്മുടെ ബേസിക് ഒരു ഫ്ലാസ്കിൻ്റെ ആപ്പ് പ്രോജക്റ്റിൽ വരുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ നമ്മൾ ഒരു റൂട്ട് ഡിഫൈൻ ചെയ്തു. ആ റൂട്ടിനകത്ത് നമ്മളൊരു ഫംഗ്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ റിട്ടേൺ സ്ട്രിങ് ആണ് കൊടുത്തത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് ഫ്ലാസ്കിൻ്റെ ഒരു ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ട്യൂട്ടോറിയലിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. എന്താണ് ഫ്ലാസ്കും ജാങ്കോയും തമ്മിലെ ഡിഫറൻസ്? സോ ഫ്ലാസ്കിൻ്റെ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോ ഫ്രെയിംവർക്കാണ്, ലൈറ്റ് വെയിറ്റ് മിനിമൽ സെറ്റപ്പ് ആണ്. ജാങ്കോന്റെ കേസിൽ ഫുൾ സ്റ്റാക്ക് ഫ്രെയിംവർക്ക് ആണ് വരുന്നത്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈലി ഫ്ലെക്സിബിൾ ആണ് ഫ്ലാസ്കിനകത്ത് വരുന്നത്. പക്ഷേ ജാങ്കോന്റെ കേസിൽ ലെസ് ഫ്ലെക്സിബിൾ ആണ്. ബിക്കോസ് അതിനകത്ത് ഒരുപാട് നമുക്ക് ബിൽഡ് ഇൻ ടൂൾസ് അതിനകത്തുണ്ട്. സോ അതൊരു ഫ്ലെക്സിബിൾ വളരെ കുറവാണ്. പിന്നെ ഡെവലപ്മെന്റ് സ്പീഡ് ആണെങ്കിൽ ഈ ലാർജ് പ്രോജക്ട്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ, വലിയ പ്രോജക്ട്സ് ഒക്കെ വളരെ സ്ലോ ആയിരിക്കും ഫ്ലാസ്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ ജാങ്കോന്റെ കേസിൽ നമുക്ക് ഫാസ്റ്റർ ആയിരിക്കും, എസ്പെഷ്യലി ലാർജ് പ്രോജക്ട്സിനൊക്കെ. പിന്നെ ലേണിംഗ് കർവ്, ഇത് പഠിക്കാനാണെങ്കിൽ ഫ്ലാസ്ക് വളരെ ഈസിയാണ്. ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസിയാണ്. കാരണം ഇതിൻ്റെ സിമ്പിൾ കോഡും അതുപോലെ തന്നെ ഇത് ലൈറ്റ് വേർഷൻ ആയതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ ജാങ്കോന്റെ കേസിലാണെങ്കിൽ കുറച്ച് ഡീപ്പാണ്. അപ്പോൾ അതിനകത്ത് പഠിക്കാൻ കുറച്ച്, കാരണം അതിനകത്ത് കുറേ കോംപ്ലക്സ് ഫീച്ചേഴ്സ് ഉണ്ട്. സോ പഠിക്കാൻ കുറച്ച് പാടാണ് ഇതിനകത്ത്. യൂസ് കേസ് ബെസ്റ്റ് ഫോർ സ്മോൾ ടു മീഡിയം വെബ് ആപ്ലിക്കേഷൻസ്. അതുപോലെ ജാങ്കോയിൽ വരുന്നത് ലാർജ് കോംപ്ലക്സ് ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. പ്രോജക്ട് സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണ്. മറ്റേതെന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് പ്രോജക്ട് സ്ട്രക്ചർ ആണ്. കറക്റ്റ് ആ പ്രോജക്ട് സ്ട്രക്ചർ വേണം ജാങ്കോന്റെ കേസിൽ വരുമ്പോൾ. ബിൽഡ് ഇൻ ഫീച്ചേഴ്സ് വളരെ കുറവാണ് ഫ്ലാസ്കിന്റെ കേസിൽ. പക്ഷെ നമ്മൾക്ക് ജാങ്കോനകത്ത് ബിൽഡ് ഇൻ ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് ORM, അഡ്മിൻ പാനൽ, ഓത്തന്റിക്കേഷൻ. ഇതൊക്കെ എല്ലാം അതിനകത്ത് നമുക്ക് ജാങ്കോയിൽ ബിൽഡ് ഇൻ ടൂൾസ് കിട്ടുന്നുണ്ട്. സ്കെയിലബിലിറ്റി നമുക്ക് റിക്വയർസ് മോർ മാനുവൽ വർക്ക്. മറ്റേന്ന് പറഞ്ഞാൽ ഹൈലി
സ്കെയിലബിലിറ്റി ആണ്. സോ ഇത്രയും ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കുക എന്താണ് ഇതിൻ്റെ ഫ്ലാസ്കും ജാങ്കോയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതിനകത്ത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഫ്ലാസ്കിനകത്ത് വരുന്നത്, കരിയർ റോളിൽ എൻട്രി ലെവൽ ഫ്ലാസ്ക് ഡെവലപ്പർ ആണെങ്കിൽ 3 ലക്ഷം തൊട്ട് 5 ലക്ഷം പെർ ആനം ആണ് വരുന്നത്. മിഡ് ലെവൽ ഫ്ലാസ്ക് ഡെവലപ്പർ ആണെങ്കിൽ 5 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിങ് ആനുവൽ സാലറി. അതുപോലെ സീനിയർ ഫ്ലാസ്ക് ഡെവലപ്പറിന് 9 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിങ് പെർ ആനം. ലീഡ് ഡെവലപ്പർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന് 15 ലക്ഷം രൂപ പെർ ആനം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫ്ലാസ്കിന്റെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അതാണ് ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. സോ ഫ്ലാസ്ക് അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. സോ പൈത്തൺ വെബ് ഫ്രെയിം വർക്സിൽ രണ്ടും ഉണ്ട്, ജാങ്കോ ഫ്ലാസ്കും ഉണ്ട്. സോ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ആ ഫ്രെയിം വർക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ.